ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഈ വണ്ടിയും അതുപോലെ നടുവിലുള്ള ലോഗോവും കാണുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ പരിചയം തോന്നുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ എന്നാൽ അങ്ങനെ പരിചയം തോന്നേണ്ട കാര്യമില്ല. കാരണം ഈ വണ്ടി നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സെയിം ഫോർമാറ്റിലല്ല. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന C3 എയർക്രോസ് എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. ഇതിപ്പം പുതിയ യൂറോപ്യൻ സ്പെക് C3 എയർക്രോസ് ആണ്. ഇതിപ്പോൾ ഒരു ജസ്റ്റ് അൺവീൽ ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇമേജസ് മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയിരിക്കുന്നത് തന്നെ നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന മോഡലിലും വളരെയധികം നല്ലതാണ് എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കട്ട്സ് ആൻഡ് ക്രീസസും അതുപോലെ തന്നെ ബ്ലോക്സും സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിൽ വരുന്ന C3 എയർക്രോസ് കുറച്ചും കൂടെ പ്ലെയിൻ ആണ്. അത്യാവശ്യം ഫങ്കിയാണ് ഇന്ത്യയിലുള്ള മോഡലും. പക്ഷേ എന്നാൽ ഇതിൻ്റെ കുറച്ച് ഓവറാണ്. അതായത് നമുക്ക് DRLs ഫുൾ LED ഹെഡ് ലാംപ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. വേറെ കോസ്റ്റ് കട്ടിംഗ് ഒന്നുമില്ല. അതുപോലെ തന്നെ DRLs ഒക്കെ എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഏറ്റവും എൻഡിൽ, അതായത് ഇന്നർ പോർഷനിലായിട്ടൊരു വലിയ തിക്കായിട്ടുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റ്സിൻ്റെ മുകളിലത്തെ പോർഷനിലും ചെറിയൊരു ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ താഴത്തും DRLസിൻ്റെ എലമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്ത് നോക്കുകയാണെങ്കിൽ ഫോഗ് ലാംപ്സും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് മൊത്തത്തിൽ ഈ വണ്ടി നോക്കുമ്പം ഇതൊരു കോൺസെപ്റ്റിന് ഡിസൈൻ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ശരിക്കും ഇതൊരു കോൺസെപ്റ്റ് മോഡലല്ല. ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ റെഡി മോഡലാണ് എന്നാണ് സിട്രോൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പുറത്തേക്ക് വരുമ്പോഴേക്കും ഇലക്ട്രിക്കും അതുപോലെ തന്നെ ഹൈബ്രിഡ്, പെട്രോൾ തുടങ്ങിയ ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സിട്രോൻ്റെ പുതിയ ലോഗോ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമുക്ക് ഇന്ത്യയിൽ ഈ ലോഗോ അല്ല, കുറച്ചും കൂടെ അവരുടെ പഴയ ലോഗോ ആണ് വരുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മോഡലിൻ്റെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഡോർ ഹാൻഡിൽസ് ആണ്. അത് വളരെ ശരിയുമാണ്. കാരണം C3 അവർ കൊടുത്തപ്പോൾ പിന്നെ നമ്മളൊക്കെ സമ്മതിച്ചു. കാരണം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്, അവർ ഡോർ ഹാൻഡിൽസിൽ കോംപ്രമൈസ് ചെയ്യുക എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ 14 lakhs എക്സ്ഷോൺ പ്രൈസ് വരുന്ന C3 എയർക്രോസിൽ അവർ ഡോർ ഹാൻഡിൽസ് കൊടുത്തപ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മളൊക്കെ പറഞ്ഞു അത് വളരെ മോശമായി പോയെന്ന്. പക്ഷേ എന്നാൽ യൂറോപ്യൻ സ്പെക് C3യുടെ ഡോർ ഹാൻഡിൽസ് നിങ്ങൾ നോക്കിക്കോ, ഇതാണ് അതിൻ്റെ സംഭവം. അതായത് നല്ല വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ചീപ്പ് ഫീലിംഗ് ഒന്നുമില്ല. ORVMസിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലിൻ്റെ ഡിസൈനിൽ അങ്ങനെ പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ലെങ്ത്ത് കൂടുതലാണ്. 4390 mm എടുത്ത ഈ ഒരു വാഹനത്തിന് ലെങ്ത്ത് കൂടിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ഇന്ത്യൻ മോഡൽ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പിന്നെ ഇതും 7 സീറ്റർ മോഡലിൽ തന്നെയാണ് അവിടെ അവർ കൊടുക്കുന്നത്. അതായത് ആ ഒരു ഡിസൈൻ ഫോർമാറ്റൊക്കെ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂഫ് റെയിൽസ് ഒക്കെ ആണെങ്കിലും ഉണ്ട്. പിന്നെ റൂഫാണെങ്കിലും ആ ഒരു വൈറ്റ് കളറിലും അങ്ങനെ പല പല കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. C-പില്ലറിൻ്റെ കുറച്ച് പോർഷൻ വരെ ആ ഒരു റൂഫിൻ്റെ കളറും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. സിട്രോൻ്റെ ടിപ്പിക്കൽ ഡിസൈൻ ഫോർമാറ്റാണ്. ഇനി അടുത്തതാണ് ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ. എനിക്ക് പേഴ്സണലി C3 എന്ന് പറഞ്ഞ ഹാഷ് ബാക്കിൻ്റെ റിയർ പ്രൊഫൈൽ അത്ര ഇഷ്ടമല്ലായിരുന്നു. C3 എയർക്രോസ് വന്നപ്പോഴേക്കും പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പോൾ നമ്മുടെ ബസാൾട്ട് കോൺസെപ്റ്റ് അവർ എടുത്ത് കാണിച്ചല്ലോ, അതിൻ്റെ റിയർ പ്രൊഫൈൽ ഈ പറഞ്ഞ രണ്ട് വണ്ടികളെക്കാളും ബെറ്റർ ആയിട്ട് തോന്നി. പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ റിയർ പ്രൊഫൈൽ ഇതുവരെ അവർ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന വണ്ടികളെക്കാളൊക്കെ ബെറ്റർ ആണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഒരു ചെറിയ വണ്ടിയുടെ ഒരു ലുക്ക് എവിടേക്ക് വരുന്നുണ്ട്. അതായത് ഒരു ഹാച്ച് ബാക്ക് പോലെ. നമുക്ക് ഇന്ത്യയിലുള്ള വണ്ടിയിൽ അങ്ങനെ തോന്നുന്നില്ല. അത് ഇതിൻ്റെ ആ ഒരു ലൈറ്റ്സ് ഒക്കെ കുറച്ചുകൂടി ചെറുതായതുകൊണ്ടും അതുപോലെ ടെയിൽ എൻഡിൻ്റെ ആ ഒരു പോർഷൻ, അതായത് നമ്മുടെ ടെയിൽ ഗേറ്റിൻ്റെ പോർഷൻ ഇത്തിരി ചെറുതാണ്, ബമ്പർ കുറച്ച് വലുതാണ്, അതൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും ആസ് എ ഹോൾ നമ്മൾ ഡിസൈൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇത് ഈ C3 എയർക്രോസ് എന്ന് പറഞ്ഞ മോഡലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഇലക്ട്രിക് മോഡലായതുകൊണ്ടാണ് ആ ഒരു നെയിമിങ് വന്നത്. പുറത്ത് ഇലക്ട്രിക്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇലക്ട്രിക്, ഹൈബ്രിഡ്, പെട്രോൾ, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പുറത്ത് വരുന്ന ഈ വാഹനത്തിൻ്റെ ഓപ്ഷൻസൊക്കെ ഞാനിതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പക്ഷേ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ മാത്രമാണല്ലോ നോക്കുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിനെ പറ്റി നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. ഇന്ത്യൻ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം എഗെയിൻ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ വേറൊരു സംഭവം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ C3 എയർക്രോസ് ഇന്ത്യയിൽ ഇറക്കിയിട്ട് ജസ്റ്റ് 1 വർഷമേ ആയിട്ടുള്ളൂ. C3 ഇന്ത്യയിൽ ഇറക്കിയിട്ട് ഓൾമോസ്റ്റ് 2 വർഷത്തിനടുത്തായി എന്ന് പറയും. 2022 വന്നത്. പക്ഷേ ഇത്രയൊക്കെ ആയെങ്കിലും ഈ വണ്ടികളുടെ രണ്ടിൻ്റെയും ഒരു മേജർ അപ്ഡേറ്റ്, അതായത് ഒരു ഫേസ് ലിഫ്റ്റ് പോലത്തെ വേർഷൻ അടുത്ത വർഷം ആൻഡ് ഈ വർഷം ലാസ്റ്റൊക്കെ ആയിട്ട് പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഈ വർഷം പകുതിയോട് കൂടിയൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റഡ് മോഡൽസ്, അതായത് ഇത്തിരി കൂടെ ഫീച്ചേഴ്സൊക്കെ വെച്ച് സിട്രോയിൻ ഒരു മോഡൽ ഇറക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതല്ലാണ്ട് പ്രോപ്പറായിട്ടുള്ള ഫേസ് ലിഫ്റ്റ്സും അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇറക്കപ്പോൾ തന്നെ അവർ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും അതുപോലെ നല്ലൊരു പാക്കേജൊക്കെ ആയിട്ട് ഇറക്കിയിരുന്നെങ്കിൽ ക്ലിക്കായി പോകേണ്ട പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതായത് നന്നായിട്ട് ഓടിയാനെ. പക്ഷേ ഇതിപ്പോൾ അവർ ഇറക്കിയ സ്റ്റാർട്ടിങ് പൊസിഷനിൽ തന്നെ ഇഷ്ടം പോലെ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ചെയ്ത് വണ്ടിയിൽ ഫീച്ചേഴ്സും ഇല്ലാണ്ടാക്കി ബാക്കി മെക്കാനിക്കൽ സൈഡൊക്കെ നന്നാക്കിയൊക്കെ ഇറക്കിയുണ്ട്. അവർക്ക് ഇനീഷ്യലി കിട്ടുന്ന അത്ര നല്ല റെസ്പോൺസ് കിട്ടിയില്ല. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് ഇറക്കുന്ന സമയത്ത് അവർ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് സിട്രോയിൻ പറഞ്ഞിരിക്കുന്നത് ഫേസ് ലിഫ്റ്റിൽ ഞങ്ങൾ 2 വണ്ടികളുടെയും ഡിസൈനും മാറ്റും എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിലും കുറച്ചും കൂടി ഒരു അപ്ലിഫ്റ്റഡ് ഡിസൈൻ ആയിരിക്കും അതിൻ്റെ അകത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം തീർച്ചയായും C3യുടെ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും C3 എയർക്രോസിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നത്. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു
ഇപ്പോൾ യൂറോപ്യൻ സ്പെക്കിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു C3 പോലെയാണ് നമുക്ക് ഇന്ത്യയിൽ ഇനി C3യുടെ ഡിസൈൻ വരാൻ പോകുന്നതെങ്കിൽ അത് അത്യാവശ്യം നല്ല ഒരു സംഭവമായിട്ട് പറയാം. കാരണം ഈ വണ്ടികളുടെ ഡിസൈനിന് കാണാൻ നമുക്ക് ഒട്ടും ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഈവൻ 2024 സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിയാലും മറ്റുള്ള വണ്ടികളുടെ ഡിസൈനായിട്ടൊക്കെ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഡിസൈൻ തന്നെയാണ്. ഇപ്പോഴത്തെ C3 റേഞ്ച് അല്ലെങ്കിൽ സെട്രോയിൻ്റെ റേഞ്ച് ഇന്ത്യയിൽ വരുന്നതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ അത്യാവശ്യം കോംപ്രമൈസ്ഡ് ആണ്. അതുപോലെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ച് കോംപ്രമൈസ്ഡ് ആണ്. പിന്നെ ഫീച്ചേഴ്സ് അധികം ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും ഇവർ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അഡീഷണൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തും. ആൻഡ് അത് നമ്മളിപ്പം ഈ അടുത്ത് ഇനിയിപ്പോൾ അവരുടെ ലോഞ്ച് ആകാൻ പോകുന്ന ബസാൾട്ട് എന്ന് പറയുന്ന ഒരു പുതിയ കൂപ്പ SUV ഉണ്ടല്ലോ, ആ വണ്ടി അവർ ഈ അടുത്ത് അൺവെയിൽ ചെയ്തായിരുന്നു. ആൻഡ് അതിൻ്റെ ഡിസൈൻ നമ്മൾ C3 എയർക്രോസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. ആ ഡോർ ഹാൻഡിൽസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ആ വൃത്തികെട്ട ഡോർ ഹാൻഡിൽസ് തന്നെയാണ് അവർ ഈ ഒരു വാഹനത്തിനും കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവർ ഈ വലിയ വണ്ടികളിൽ നിന്ന് എടുത്ത് കളയാത്തത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്നാൽ അതല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഉണ്ട്. അതുപോലെ തന്നെ അകത്താണെങ്കിലും ഇതുവരെ ഇല്ലാതിരുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ AC അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും എന്ന് പറയുന്നുണ്ട്. സൺറൂഫിൻ്റെ കാര്യമൊന്നും കൺഫേം ആയിട്ടില്ല. അതുപോലെ കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സ്, അതായത് വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, ഇങ്ങനത്തെ സംഭവങ്ങളും വരും എന്ന കാര്യം കൺഫേം ആയിട്ടില്ല. പക്ഷേ എന്തായാലും ഒരു വണ്ടി ഇറക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതൊക്കെ വെച്ച് ഇറക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഓൾറെഡി അവരുടെ മാർക്കറ്റ് പോയി. ഇനിയിപ്പം അറ്റ്ലീസ്റ്റ് പുതിയ ഇറക്കാൻ പോകുന്ന വണ്ടികളിലെങ്കിലും കുറച്ചൊക്കെ നന്നായിട്ട് ഇറക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഇവർ ഇഷ്ടം പോലെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഈ വണ്ടി വിൽക്കുന്നത്. മിക്ക മാസം നമുക്ക് കാണാം C3യിൽ 1 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട്, C3 എയർക്രോസിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. എനിവേ ബസാൾട്ടിലായിരിക്കും ഇനിയിപ്പോൾ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. കാരണം ഈ വണ്ടി ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ ഓപ്പൺ അപ്പ് ആവാത്ത ഒരു സെഗ്മെൻറ്റിലേക്കാണ് വരാൻ പോകുന്നത് കൂപ്പ SUVസിൻ്റെ. നമുക്ക് പൊതുവേ കുറച്ച് പ്രീമിയം റേഞ്ചിൽ ഇപ്പോൾ BMW X4, BMW X6 കൂപ്പെ, അതുപോലെ GLE കൂപ്പയുണ്ട്, GLC കൂപ്പയുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കൂപ്പേഴ്സൊക്കെ അവൈലബിൾ ആണ് എങ്കിൽ പോലും നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ അങ്ങനെ കൂപ്പേ വന്നിട്ടില്ല. പണ്ട് നമ്മുടെ മഹീന്ദ്ര ഒരു കൂപ്പയെ കാണിച്ചിരുന്നു, XUV 500 ബേസ്ഡ് ആയിട്ടുള്ളത്, എയറോ XUV അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ട്, XUV എയറോ കോൺസെപ്റ്റ്. പക്ഷേ ആ വണ്ടി പ്രൊഡക്ഷനിലേക്ക് വന്നതുമില്ല. അതിന് പുറമെ പിന്നെ വേറെ ആരും അങ്ങനത്തെ കൂപ്പയിലെ കോൺസെപ്റ്റ്സ് ഒന്നും കാണിച്ചതുമില്ല. പിന്നെ ടാറ്റയാണ് കാണിച്ചത് കറക്റ്റ് കോൺസെപ്റ്റ് എന്നുള്ള പേരിൽ. പക്ഷേ എന്തായാലും അത് വരുന്നതിന് മുമ്പ് മിക്കവാറും നമ്മുടെ സെട്രോയിൻ ഈ വാഹനം ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർ ഓൾറെഡി അൺവെയിൽ ചെയ്തു. ഇനിയിപ്പം ആ വണ്ടി ഒന്ന് ലോഞ്ച് ചെയ്താൽ മതി. പിന്നെ സെട്രോയിൻ ആയതുകൊണ്ട് അൺവെയിലും കഴിഞ്ഞാൽ പിന്നെ ലോഞ്ച് ആവാൻ ഒരു 5-6 മാസത്തിൻ്റെ താമസമുണ്ട്. അതവർക്ക് പൊതുവെ ഉള്ളൊരു സംഭവമാണ്. വണ്ടി കാണിച്ച് എല്ലാവരും മറന്നു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ വേറെ എന്തെങ്കിലും ഒരു ടീസറോ എല്ലാം പുറത്തിറക്കും. അത് കഴിഞ്ഞ് ആ ടീസറോ എല്ലാവരും മറന്നു കഴിയുമ്പോഴായിരിക്കും വണ്ടിയുടെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ വരുന്നത്. അതായത് ആൾക്കാർ മൊത്തത്തിൽ വണ്ടി ലോഞ്ച് ആകുമ്പോഴേക്കും എല്ലാം മറന്നിട്ടുണ്ടാവും. അതാണ് പ്രശ്നം. ഇവർ ഈ ഒരു സ്ട്രാറ്റജി മാറ്റുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇവരിപ്പോൾ എക്സൈറ്റ്മെൻറ്റ് സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ആൾക്കാർ ഇങ്ങനൊരു വണ്ടിയുടെ കാര്യമേ മറന്നുമാണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു ടൈം ഗ്യാപ്പ് വരുമ്പം. കാരണം ഓൾറെഡി നമ്മൾ ഈ വണ്ടി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, അതായത് ഇങ്ങനൊരു വണ്ടി അൺവെയിലായി എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ 5-6 മാസത്തേക്ക് ഇതിൻ്റെ യാതൊരു വിവരവും ഇല്ല. അതാണ് അവസ്ഥ. എനിവേ ഗൈസ്, ഇതാണ് ഇപ്പം നമ്മുടെ സെട്രോൻ്റെ C3 എയർക്രോസിൻ്റെ പുതിയ യൂറോപ്യൻ സ്പെക് മോഡലിൻ്റെ പുതിയ അപ്ഡേറ്റ്സ്. ആൻഡ് ഇതിൻ്റെ ഹൈബ്രിഡ് എഞ്ചിൻ 1.2 ലിറ്റർ ആണ്, ടർബോ ആണ്. ആൻഡ് 1.2 ലിറ്റർ ടർബോ പെട്രോൾ അല്ലാണ്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് മോഡലും വരുന്നുണ്ട്. 44 kWh ബാറ്ററി പാക്കൊക്കെ വെച്ചാണ് ഇതിൻ്റെ ഇൻ്റർനാഷണലിലുള്ള ഇലക്ട്രിക് മോഡൽ വരുന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ സെയിം ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.